ഗുഡ് മോർണിംഗ് ടു ഓൾ. സ്നേഹബഹുമാനപ്പെട്ട ദീപ്തി സിസ്റ്റർ, PTA പ്രസിഡന്റ് മിസ്റ്റർ എമ്മാനുവൽ, MBTA മെമ്പർ മിസ്സസ് ടീന, പ്രിയപ്പെട്ട അധ്യാപകരെ, മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, ഒത്തിരി സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ ഒരു നല്ല ദിനമാണ് ഇന്ന്. നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ കുഞ്ഞുമക്കൾ അവരുടെ പഠനത്തിൻ്റെ ആദ്യ പടി കടന്ന് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ അവരുടെ ജീവിതയാത്രയുടെ 1ഉം 2ഉം അധ്യായങ്ങൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഒത്തിരി സന്തോഷമുണ്ട്, അതിലേറെ ആനന്ദമുണ്ട് ഈ ദിനത്തിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ. നമുക്കറിയാം, നമ്മുടെയൊക്കെ പ്രതീക്ഷയായിരുന്ന, സ്വപ്നങ്ങളായിരുന്ന കുഞ്ഞുമക്കളെ 2 വർഷം മുമ്പ് ഈ കലാലയത്തിലേക്ക് നിങ്ങൾ പറഞ്ഞയക്കുമ്പോൾ കരഞ്ഞും ചിരിച്ചും വാശി പിടിച്ചുമൊക്കെയാണ് ഇവരിലധികം പേരും ഇവിടെ എത്തിച്ചേർന്നത്. ഏതാനും ആഴ്ചകളും മാസങ്ങളും ഒക്കെ നിർത്താതെ കരഞ്ഞവരുണ്ട് ഈ കൂട്ടത്തിലിരിക്കുന്ന മഹാന്മാരിൽ. കരഞ്ഞവരുണ്ടോ? അപ്പം അവരാരും സമ്മതിക്കുകയില്ല, കരഞ്ഞു എന്നുള്ള കാര്യങ്ങൾ സമ്മതിക്കുകയൊന്നുമില്ല. അപ്പം അവർ ഭയങ്കര വീരന്മാരായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ നല്ല ദിനത്തിൽ ഇവരുടെ സന്തോഷത്തോടൊപ്പം, ഇവരുടെ മാതാപിതാക്കളുടെ സന്തോഷത്തോടൊപ്പം ഞങ്ങൾ പങ്കുചേരുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ഒന്നും അറിയാത്ത ഒരു പ്രായത്തിൽ ഇവിടെ വന്നു ചേർന്ന് അക്ഷരങ്ങളോട് കൂട്ടുകൂടി സംസാരിക്കാൻ നന്നായി പഠിച്ചു, നന്നായി പെരുമാറാൻ പഠിച്ചു. ഒരുപാട് നല്ല ഗുണങ്ങൾ ഈ കുഞ്ഞുമക്കൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഞങ്ങളുടെ എല്ലാവരുടെയും, അധ്യാപകരുടെയും ഞങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ഇതാണ്. ഇവിടെ നിന്ന് ഞങ്ങളുടെ കരങ്ങളിൽ കൂടി കടന്നുപോയ ഓരോ കുഞ്ഞുമക്കൾ പോലും ഉന്നതിയിൽ എത്താതെ കടന്നു പോകരുതേ എന്നാണ് ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്നത്. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല നമ്മുടെ കുഞ്ഞുമക്കൾ വലുതായി വരിക. നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ കാണും, ഒരുപാട് പ്രതീക്ഷകൾ നമുക്കുണ്ട്. എന്നാലും അതുപോലെയൊന്നും ആയിരിക്കണം എന്ന് നമുക്ക് നിർബന്ധമില്ല. എങ്കിലും നമുക്കൊരു കാര്യം ചെയ്യാം, ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ഈ കുഞ്ഞുമക്കളെയൊക്കെ സമർപ്പിച്ച് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നല്ല ഭാവിക്കായി, ഒരു നല്ല നാളേക്കായി ഈ സമൂഹത്തിനും നമ്മുടെ കുടുംബത്തിനുമൊക്കെ നന്മ ചെയ്യുന്ന നല്ല മക്കളായി ഇവരെല്ലാം വളർന്നു വരുവാനായിട്ട് നമുക്ക് ആശംസിക്കാം, പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മുടെ ഈ ഗ്രാജുവേഷൻ സെറമണിക്ക് നമ്മോടൊപ്പമായിരിക്കുന്നത്, സമ്മാനം കൊടുക്കുവാനൊക്കെ നമ്മുടെ ഒപ്പമായിരിക്കുന്നത് CMC താമരശ്ശേരി പ്രൊവിൻസ് എഡ്യൂക്കേഷൻ കൗൺസിലർ സിസ്റ്റർ ദീപ്തി ജോർജ് ആണ്. സിസ്റ്ററിനെ ഈ പ്രോഗ്രാമിലേക്ക് ഒത്തിരി സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ സ്കൂളിൻ്റെ വളർച്ചയിൽ എന്നും പ്രോത്സാഹനമായി, എപ്പോഴും നമ്മുടെ ഏത് ചെറിയ കാര്യങ്ങളിലും നമ്മുടെ ഒപ്പമായിരുന്നുകൊണ്ട് നമ്മളെ സഹായിക്കുകയും നമ്മുടെ ഒപ്പമായിരിക്കുകയും ചെയ്യുന്ന PTA പ്രസിഡന്റ് മിസ്റ്റർ എമ്മാനുവലിനെ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അർപ്പിക്കാനായി നമ്മുടെ ഒപ്പമായിരിക്കുന്നത് മിസ്സസ് ടീനയാണ്. MBTA മെമ്പറാണ് മിസ്സസ് ടീന. ടീനയെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒരു പ്രത്യേക കാര്യമുണ്ട്, ഇവിടുത്തെ അച്ഛന്മാരെ കഴിഞ്ഞും കൂടുതൽ ആക്റ്റീവായിട്ടുള്ളത് അമ്മമാരാണ്. അച്ഛന്മാർ പരിഭവമൊന്നും വിചാരിക്കേണ്ട, എല്ലാ കാര്യത്തിലും ഇവിടുത്തെ അമ്മമാർ വളരെ ശക്തമായിട്ട് നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഓരോ പ്രോഗ്രാമുകളിലും നമ്മുടെ ഒപ്പമായിരിക്കുന്ന കരുത്തുറ്റ നമ്മുടെ എല്ലാ MBTA മെമ്പേഴ്സിനെയും PTA മെമ്പേഴ്സിനെയും നമ്മുടെ ഒപ്പമായിട്ടുണ്ട്. അവർ വളരെ നമ്മളെ സഹായിക്കുന്നവരാണ്. എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. എൻ്റെ സ്പെഷ്യൽ ഡേ ആണ് ഗ്രാജുവേഷൻ ഡേ. ഞാൻ ഈ സ്കൂളിൽ ആദ്യം വന്നപ്പോൾ എനിക്ക് കുറച്ച് നെർവസ് ആയിരുന്നു. എനിക്കേറെ വൈകാതെ എനിക്ക് കുറെ ഫ്രണ്ട്സിനെയും ടീച്ചേഴ്സിനെയും കിട്ടി. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതും കളിച്ചതും സ്പെഷ്യൽ ഡേയ്സ് ആഘോഷിച്ചതും ഒക്കെ സന്തോഷം നിറഞ്ഞതായിരുന്നു. ഇനി പുതിയ വഴിയിലേക്ക് കാല് വെക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട എഡ്യൂക്കേഷൻ കൗൺസിലർ
സിസ്റ്റർ ദീപ്തി, ലിസി റാണി ഇംഗ്ലീഷ് മീഡിയം നേഴ്സറി സ്കൂളിന്റെ പ്രിൻസിപ്പൽ സിസ്റ്റർ ലിദിയ, MPTA ശ്രീമതി ടീന, പ്രിയ കുട്ടികളുടെ രക്ഷിതാക്കളെ, PTA MPTA അംഗങ്ങളെ, പ്രിയപ്പെട്ട എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ പ്രിയ കുഞ്ഞു കൂട്ടുകാരെ, വളരെയധികം സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഞാൻ ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്. എന്ത് മനോഹരമായിട്ടാണ് ലിസി റാണി ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂള് അവരുടെ 2024-25 വർഷം ഇന്നത്തോടുകൂടി അധ്യയന വർഷത്തിലെ പ്രവൃത്തി അവസാനിക്കുമ്പോൾ ഗ്രാജുവേഷൻ സെറിമണി മനോഹരമാക്കിയത്. അതിനായിട്ട് ഒരുങ്ങി UKGയിലെ കുട്ടികളൊക്കെ നല്ല വേഷങ്ങളൊക്കെ ധരിച്ച് ഗ്രാജുവേഷൻ സെറിമണിക്കായിട്ട് ഒരുങ്ങി നിൽക്കുന്നു. നമ്മൾ ഇവിടെ തുടക്കത്തിൽ തന്നെ കണ്ടു എത്ര മനോഹരമായിട്ടാണ് ഇവിടെയുള്ള ടീച്ചേഴ്സിന്റെയും പ്രിൻസിപ്പലിന്റെയും മാനേജ്മെന്റിന്റെ ഒക്കെ കഠിന പ്രയത്നം കൊണ്ട് മനോഹരമായിട്ടുള്ള കലാപരിപാടികളൊക്കെ, ഡാൻസും പ്രസംഗമൊക്കെ എന്ന് പറഞ്ഞാല് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെയാണ് ആ കൊച്ചിന് വൈകുന്നേര സമയത്ത് പ്രസംഗം പറയാൻ പറഞ്ഞത്. ഇത്ര മനോഹരമായിട്ട് എന്ത് നന്നായിട്ടാണ് ഇവിടെ വന്ന് പ്രസന്റ് ചെയ്തത്. യാതൊരുവിധ സഭാകമ്പമോ ഒന്നുമില്ലാതെ ഇത്രയ്ക്കും വേദിയെ അഭിമുഖീകരിച്ച് നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലിസി റാണിക്ക് ഇങ്ങനെ കഴിഞ്ഞു. ഇത്ര മനോഹരമായിട്ടുള്ള കലാപരിപാടികളൊക്കെ ചെയ്ത ഇവർക്ക് നമുക്ക് നല്ലൊരു കയ്യടി നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് കൊടുക്കാം. നമ്മളിപ്പോൾ കടന്നു പോകുന്നത് വളരെ ഒരു വിഷമിച്ച കാലഘട്ടത്തിലൂടെയാണ്. സോഷ്യൽ മീഡിയ അല്ല പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ എടുത്തു കഴിഞ്ഞാല് വളരെയധികം വേദനാജനകമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് കാണുവാനുള്ളൂ. വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കാൻ പറ്റിയ ഒന്നുമില്ല. സ്വന്തം സഹോദരനെ കൊലപ്പെടുത്തുന്ന, ജന്മം കൊടുത്ത അമ്മയെയും അപ്പനെയും കൊലപ്പെടുത്തുന്ന, മദ്യത്തിനും മയക്കമരുന്നിനും ദുർബലപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഒരു തലമുറയാണ് വളർന്നു വരുന്നത്. എവിടെ നമുക്ക് പിഴച്ചു എന്ന് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ വലിയൊരു പ്രസംഗക്കാരനോ ഒന്നുമല്ല, എങ്കിലും നിങ്ങളെപ്പോൾ ഒരു ആളെന്ന് കൂട്ടിയാൽ മതി. ഞാൻ എന്റെ ചിന്തയിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇങ്ങനെയൊക്കെ വന്നതിന് കാരണം ഒരു പക്ഷേ അണുകുടുംബം എന്നുള്ള ഒരു ഇതിലേക്ക് പോവുകയും മക്കളെ കഠിനമായിട്ട് അവരുടെ സ്വാതന്ത്ര്യത്തിന് നമ്മൾ വിട്ടുകൊടുക്കുകയും ചെയ്തപ്പോൾ പരസ്പരം അവർക്ക് പങ്കുവയ്ക്കുവാനുള്ള മനോഭാവങ്ങളൊന്നുമില്ല. ഇപ്പം എല്ലാം അവർക്ക് എനിക്ക് എന്റേത് സ്വന്തം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് തിരിഞ്ഞു പോയിട്ടുണ്ട്. കഴിവതും പറ്റുകയാണെങ്കിൽ നമുക്കതിനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം? പങ്കുവെക്കുന്ന ഒരു മനോഭാവത്തോടു കൂടി കുട്ടികളെ വളർത്തുവാൻ ശ്രദ്ധിക്കണം. അതുപോലെ അപ്പനും അമ്മയും ഇതൊക്കെ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? അവരോടൊപ്പം അപ്പനും അമ്മയായിട്ട് ഇരിക്കുക മാത്രമല്ല, അവരിൽ കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെന്ന് നല്ല ഒരു കൂട്ടുകാരനും കൂട്ടുകാരിയൊക്കെ ആയിട്ട് മാറുവാനൊക്കെ സാധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ നമ്മുടെ ജീവിത വ്യഗ്രതയിൽ മുഴുകിയിരിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അതിന്റെ ടെൻഷനും ഒക്കെ ആയിട്ട് വരുമ്പോൾ കുട്ടികളൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പം നിങ്ങളൊന്ന് മോനെ ഒന്ന് പോയി നിൽക്ക്, ചിലപ്പം ദേഷ്യപ്പെട്ട് ഒക്കെ ആയിരിക്കും സംസാരിക്കുന്നത്. അതൊക്കെ ഒഴിവാക്കിയിട്ട് കൂട്ടുകൂടിയിട്ട് പറയുവാനുള്ള ഒരു മനസ്സൊക്കെ കാണിക്കാൻ ഇന്നു മുതലെങ്കിലും നമുക്ക് സാധിക്കണം. അങ്ങനെ കൂട്ടുകൂടി അവരെ നമുക്ക് നമ്മുടേതായ രീതിയിൽ നേർവഴിക്ക് നടത്തുവാൻ സാധിക്കണം. ഈ മദ്യത്തിന്റെ മയക്കമരുന്നിന്റെ ഒക്കെ ഉപയോഗത്തെക്കുറിച്ചും അതിൽ നിന്ന് വരുന്ന ദൂഷ്യഫലങ്ങളെ കുറിച്ചും മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്യുന്നതിൽ മടുപ്പില്ലാത്ത നല്ല മക്കളായിട്ട് വളരുവാന് ഇപ്പം വളരെ നിഷ്കളങ്കതയുടെ പര്യായമായിട്ടുള്ള മക്കളായിട്ടാണ് ഇന്ന് അവരിവിടെ മനോഹരമായിട്ട് ഡാൻസ് പെർഫോമൻസുകളൊക്കെ ചെയ്തിട്ടുള്ളത്. അത് ഇനിയും മുന്നോട്ട് പോകുന്ന ഓരോ ക്ലാസ്സുകളിലേക്ക് കടന്നു പോകുമ്പോഴും അത് നിലനിർത്താൻ അവർക്ക് സാധിക്കണമെങ്കിൽ ആ മറ്റുള്ളവരെ സഹായിക്കുന്ന ആ മനോഭാവത്തിൽ വളരുവാന് നമ്മൾ അത് എങ്ങനെയാണോ പകർന്നു കൊടുക്കുന്നത്? ഇവരുടെ കഴിവുകൾ എന്തെന്ന് മാതാപിതാക്കൾക്ക് അറിയത്തില്ലെങ്കിൽ പോലും അതെല്ലാം ഈ ഒരു 2 വർഷക്കാലം കൊണ്ട് കണ്ടെത്തുവാന് ലിസി റാണി ഇംഗ്ലീഷ് മീഡിയം നേഴ്സറി സ്കൂളിന് സാധിച്ചിട്ടുണ്ട്. കുറെയൊക്കെ മാതാപിതാക്കൾക്ക് അതെന്തെന്ന് മനസ്സിലാക്കുവാനും സാധിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ എന്തെന്ന് തിരിച്ചറിഞ്ഞിട്ട് എന്ത് വേണം?
നമ്മൾ ആ കഴിവുകളിലൂടെയൊക്കെ പോയിട്ട് അതൊക്കെ പരിശീലിപ്പിച്ച് സ്പോർട്സിൽ താല്പര്യമുള്ളവർക്ക് സ്പോർട്സ്, ആർട്സ് ആണെങ്കിൽ അത് ആ മേഖലകളിലേക്കൊക്കെ പറഞ്ഞു വിട്ട് മൊബൈലിന്റെ അമിതമായിട്ടുള്ള ദുരുപയോഗമൊക്കെ കുറച്ച് സ്പോർട്സിലൂടെയൊക്കെ വളരുവാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ലഹരി മറ്റ് അടിമകളിലേക്കൊക്കെ പോകുന്ന ആ സാഹചര്യത്തിൽ നിന്നൊക്കെ ഒഴിവാകാൻ സാധിക്കും. അതും സ്പോർട്സും ഒരു ലഹരിയാണ്, അല്ലെ കലാപരിപാടിയായിട്ടുള്ള എല്ലാ മേഖലകളും ഒരു ലഹരിയാണെന്ന് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മളിപ്പം ഞാനൊക്കെ പണ്ട് വൈകുന്നേര സമയമാകാൻ കാത്തിരിക്കുന്ന ഒരാളായിരുന്നു. വോളിബോൾ കളിക്കും. അപ്പൊ ആ സമയമാകുമ്പോ എങ്ങനെങ്കിലും എത്ര തിരക്കുണ്ടെങ്കിലും ഗ്രൗണ്ടിൽ എത്തിച്ചേരുക, എത്രയും പെട്ടെന്ന് അവരോടൊപ്പം ആയിരിക്കുക, കൂട്ടുകൂടുക, നന്നായിട്ട് കളിച്ച് വേർത്ത് കഴിയുമ്പോൾ നമുക്ക് വേറെ മറ്റ് ചിന്തകളിലേക്കൊന്നും പോകാൻ സാധിക്കുകയില്ല. അതൊക്കെ ഇന്നിപ്പം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പം അതെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കണം. ഇനി ഇപ്പം നമ്മളുടെ കയ്യിലാണ് ഈ മക്കളുള്ളത്. അപ്പം ഇനി വരുന്ന കാലഘട്ടങ്ങളിലെല്ലാം നമ്മുടെ ഈ മക്കള് നമ്മുടെ വീടിനും സമൂഹത്തിനും നമ്മുടെ രാജ്യത്തിനും ഒക്കെ ഉപകരിക്കുന്ന നല്ല വ്യക്തിത്വത്തിന് ഉടമകളായിട്ടുള്ള, മറ്റുള്ളവരെ കരുണയോടെ കരുതുന്ന നല്ല മക്കളായിട്ട് വളരുവാൻ ഇവർക്കെല്ലാം സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം നിർത്തുന്നു. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചു കൊള്ളുന്നു. ഏറെ പ്രത്യേകമായി ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ ഗ്രാജുവേഷന് വേണ്ടി ഇവിടെ വളരെ മനോഹരമായ വേഷങ്ങളോടുകൂടി ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്ന് എല്ലാവർക്കും ഏറെ മനോഹരമായ ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. നമ്മൾ വളരെ കണ്ണിന് ആനന്ദകരവും മനസ്സിന് സന്തോഷവും നൽകിയ ഒരു വലിയ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുകയായിരുന്നു. ആദ്യമേ തന്നെ നമ്മുടെ കുട്ടികളുടെ ഒരു അരങ്ങേറ്റം തന്നെയായിരുന്നു ഇവിടെ. ഈ വേദി നിറഞ്ഞ കുട്ടികൾ, പലതരത്തിലുള്ള പ്രോഗ്രാമുകൾ. ഈ പരീക്ഷ കഴിഞ്ഞ ഈ ദിവസവും അധികമൊന്നും ഇവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. എങ്കിൽ പോലും വളരെ മനോഹരമായ വിധത്തിൽ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ ഈ വേദിയെ ഇവിടെ നല്ല പ്രോഗ്രാം അവതരിപ്പിച്ചു കഴിഞ്ഞു. നമ്മളെല്ലാം കണ്ട് ആസ്വദിച്ച് സന്തോഷത്തോടു കൂടി ഇവിടെ ഇരിക്കുകയാണ്. അതിനേക്കാൾ ഉപരിയായി ഈ അധ്യയന വർഷം ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ വിദ്യയുടെ ഒരു പുതിയ ലോകത്തേക്ക് കാലെടുത്ത് വയ്ക്കാനായി ഈ 2 വർഷത്തെ പഠനം ഇവിടെ അവസാനിപ്പിച്ച് അവർ ഒരു ഗ്രാജുവേഷൻ സെറിമണിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ ഒരു നല്ല മുഹൂർത്തം ഏറെ സന്തോഷകരമാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളും അധ്യാപകരും അതിനുവേണ്ടി ഇവിടെ അണിനിരന്നിരിക്കുകയാണ് ഈ പരിപാടി ഒന്ന് കണ്ട് ആസ്വദിക്കുന്നതിന് വേണ്ടി. പ്രിയമുള്ളവരെ, ഈ ഒരു അവസരത്തിൽ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ വാക്കുകളാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇതാണ്: ഒരു രാഷ്ട്രത്തിൻ്റെ തലച്ചോറ് എന്നാൽ ഒരു ക്ലാസ്സിലെ അവസാന ബെഞ്ചിലിരിക്കുന്ന കുട്ടിയാണ്. അദ്ദേഹം അത് പറയുമ്പോൾ ഒരു കുട്ടി എന്നത് ഒരു വീടിൻ്റെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ, ഒരു സംസ്ഥാനത്തിൻ്റെ മാത്രമല്ല ഒരു രാജ്യത്തിൻ്റെ തന്നെ ഏറ്റവും ഉന്നത ശ്രേണിയിലേക്ക് അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തെ ചലിപ്പിക്കാൻ തക്കവിധം കരുത്താർജിക്കുന്ന വ്യക്തിയായിട്ടാണ് കാണുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഇന്നത്തെ കുഞ്ഞുങ്ങളാണ് ഭാവിയുടെ സ്വപ്നങ്ങൾ. അവർ നാളത്തെ പൗരന്മാരാണ്. നമ്മെയും ഈ രാഷ്ട്രത്തെയും ഈ ലോകത്തിൻ്റെ തന്നെ ഗതി നിയന്ത്രിക്കാൻ കരുത്തുറ്റവരായി അവശേഷിക്കുന്നവർ. എങ്കിലും നമുക്ക് ഈ കുട്ടികളെക്കുറിച്ചൊക്കെ, നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് നല്ല പ്രതീക്ഷയുണ്ട്. ഈ പ്രതീക്ഷ നിലനിൽക്കുമ്പോൾ തന്നെ ചില ദുഃഖകരമായ ഭാവിയുടെ ദുസൂചനകൾ നമ്മെ വേദനിപ്പിക്കുകയാണ്. നമ്മുടെ PTA പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഇന്ന് സോഷ്യൽ മീഡിയയിലും നമ്മുടെ ചുറ്റിലും നടന്നുകൊണ്ടിരിക്കുന്ന വളരെയേറെ വേദന നിറഞ്ഞ സങ്കീർണമായ പ്രതിസന്ധികളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ
പെട്ടുപോകുമോ എന്നൊക്കെയുള്ള വലിയ വേദന മിക്കവാറും എല്ലാ മാതാപിതാക്കളെയും ഗ്രസിച്ചിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ കുട്ടികളൊക്കെ എത്ര മിടുക്കരായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അതിൻ്റെ കറണ്ട് പോയിട്ടും സൗണ്ട് നിന്നു പോയിട്ടും മീറ്റിംഗ് അല്പം നിന്നു പോയിട്ടും ആരും ഒരു ശബ്ദമോ സംസാരമോ ഒന്നും ഉണ്ടായില്ല, അല്ലേ? അപ്പം നിങ്ങൾ നല്ല കുട്ടികളാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഏത് കാര്യങ്ങളെയും നമുക്ക് നല്ല മനസ്സോടു കൂടി ഏറ്റെടുക്കാൻ സാധിക്കുക, അതിനെ അതിജീവിക്കാൻ സാധിക്കുക, അതാണ് ഇനി നമുക്ക് ഈ അടുത്ത തലമുറയിൽ നമുക്ക് വേണ്ടതും. പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളരെ ഉയർന്ന രീതിയിൽ നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ സ്വപ്നങ്ങൾ കാണുന്ന അഗ്നിച്ചിറകുള്ള നല്ല പൂമ്പാറ്റകളായി പറന്നുയർന്ന് ഉന്നതങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള വലിയൊരാഗ്രഹം നമുക്കും ഈ നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തിനുമുണ്ട്. അതുകൊണ്ട് നമുക്കിവരെ ഏറ്റവും നല്ല വിദ്യാഭ്യാസത്തിലേക്ക്, ഏറ്റവും നല്ല സ്വഭാവശുദ്ധിയുള്ള മക്കളായി തീരുന്നതിന് വേണ്ടി ഇവരെ ഒരുക്കേണ്ടത് നമ്മുടെ ഒത്തൊരുമിച്ചിട്ടുള്ള ഒരു പ്രയത്നമാണ്. അതിന് നമ്മുടെ കഴിവുകളും നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ നിരന്തരമായ ജാഗ്രതാപൂർണമായ ശുശ്രൂഷയും നോട്ടവും ഈ മക്കളുടെ മേലുണ്ടാകണം. അതിന് നമ്മളെപ്പോഴും അല്പം കൂടി ശ്രദ്ധ പുലർത്തണമെന്നാണ് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. നമുക്കറിയാവുന്നതുപോലെ പ്രിയപ്പെട്ട മാതാപിതാക്കളും സമൂഹവും ഒക്കെയാണ് കുട്ടികളെ വളർത്തുന്നത്. കാരണം കുട്ടികളെപ്പോഴും അവരുടെ മുതിർന്നവരെ നോക്കിയാണ് വളരുന്നത്. വീട്ടിൽ അച്ഛൻ എങ്ങനെയാണ്, അമ്മ എങ്ങനെയാണ്, സഹോദരങ്ങൾ മൂത്ത ചേച്ചിയും ചേട്ടനും എങ്ങനെയാണ്, അല്ലെങ്കിൽ കുട്ടി കണ്ടുമുട്ടുന്ന ആളുകൾ എങ്ങനെയാണ്, അത് കണ്ടു മാത്രമാണ് അവർ വളരുക. അപ്പോൾ നമുക്കെല്ലാവർക്കും നല്ല ഒരു ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല മാതൃക നൽകാനായി നമ്മുടെ സംസാരത്തിലും നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ പ്രവൃത്തികളിലും നമ്മൾ എപ്പോഴും ഈ കുഞ്ഞുങ്ങൾക്ക് നല്ല മാതൃക നൽകാനായിട്ട് ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതചര്യകളിൽ, നമ്മുടെ കുടുംബത്തിലെ പ്രവർത്തനങ്ങളിൽ, സമൂഹത്തിലെ പ്രവർത്തനങ്ങളിലൊക്കെ ഇവരെ പങ്കാളികളാക്കുകയും ചെയ്യണം. മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം, കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വീട്ടിൽ വളരെ സൗഹൃദപൂർണമായ, സന്തോഷപൂർണമായ നല്ല ഒരു അന്തരീക്ഷം നിലനിർത്തുക എന്നതാണ് അതിനുള്ള ഏറ്റവും നല്ല വഴി. നമ്മൾ ഒന്നിച്ച് കളിക്കുന്നു, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നു, ഒന്നിച്ച് രസിക്കുന്നു, ഒന്നിച്ച് ജോലി ചെയ്യുന്നു, പഠിക്കുമ്പോഴും ഒന്നിച്ചിരിക്കുന്നു. അതുപോലെ നമ്മുടെ സോഷ്യൽ മീഡിയ പോലെയുള്ള ഇന്ന് നമ്മുടെ കുട്ടികളെ അല്ലെങ്കിൽ രാജ്യത്തെ നമ്മളെ തന്നെ തകർത്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ മറ്റൊരു മേഖലയിലേക്ക് തിരിച്ചുവിടുന്ന ഈ പ്രവണതകളൊക്കെ അതിജീവിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള പഴയ തന്ത്രങ്ങൾ തിരിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. പുതിയ തന്ത്രങ്ങളിലൂടെയാണ്, പുതിയ ടെക്നോളജിയിലൂടെയാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. അത് നമുക്ക് കൂടുതൽ നല്ലതല്ല, അപകടമാണ് വരുത്തുന്നതെന്ന് നമ്മളിപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പഴമയിലേക്ക് പോകാനായിട്ടാണ് ഇനി നാം ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ പണ്ട് കാലത്തുള്ള, ഒരുപക്ഷെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാം പുതിയ തലമുറയിലെ കുട്ടികളാണ്, അവരുടെ പുതിയ ജനറേഷനിലേക്ക് വന്നു. അതിൻ്റെയും 1-2 തലമുറ പിന്നിലേക്ക് പോകുമ്പോൾ ആ കുടുംബത്തിലുണ്ടായിരുന്ന ഒരു സ്നേഹം, ഐക്യം, സന്തോഷം, കൂട്ടായ്മ, ഈ ഒരു അനുഭവം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കാനായിട്ട് ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിങ്ങൾ ഇച്ചിരി ശ്രദ്ധ പുലർത്തണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് എല്ലാ തരത്തിലുള്ള അനുഭവങ്ങളെയും അതിജീവിക്കാനും അത് എല്ലാം സന്തോഷകരമായി, വിജയകരമായിട്ട് തരണം ചെയ്യാനുമുള്ള ഒരു പരിശീലനം നമ്മൾ നൽകേണ്ടതുണ്ട്. ചിലപ്പോഴൊക്കെ ചില പേരൻസ് അല്ലെങ്കിൽ ചില രക്ഷിതാക്കൾക്ക് ഭയങ്കര ഭയമാണ്, എൻ്റെ കുട്ടി സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ് പോയാൽ എന്തെങ്കിലും സംഭവിക്കാൻ, അപകടം പറ്റുമോ, മാരകമായിട്ട് മുറിവേൽക്കുമോ, അങ്ങനെയൊക്കെ. അതുപോലെ ചില കുട്ടികളോട് കൂട്ടുകൂടിയാൽ അവർ മോശമായി പോകുമോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. ഞാൻ മറ്റു സ്കൂളുകളിൽ നിന്നും ഒത്തിരിയേറെ അനുഭവങ്ങൾ കണ്ടതിൻ്റെ വെളിച്ചത്തിലാണ് ഞാനിത് പറയുന്നത്. ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല, തീരെ ചെറിയ കുഞ്ഞുങ്ങളാണല്ലോ. അപ്പോൾ തന്നെ അത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല ഇതുവരെ. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കുട്ടികൾ എല്ലാ തരത്തിലുള്ള അനുഭവങ്ങളും അറിഞ്ഞ് അനുഭവിച്ചതിന് ശേഷം വേണം അതിൽ നിന്ന് നല്ലതിനെ അവരുടെ സ്വന്തമാക്കി മാറ്റുവാൻ. അതായത് വേദനാജനകമായ ചില വേദനിക്കുന്ന കയ്പ് നിറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടാകണം. അതുപോലെ സന്തോഷകരമായ ഒത്തിരിയേറെ അനുഭവങ്ങൾ വേണം. സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും
സഹകരണത്തിൻ്റെയും ഒക്കെ നല്ല പാഠങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ വിദ്യാഭ്യാസത്തിലൂടെ, അതായത് ചെറിയ ക്ലാസ് മുതൽ തന്നെ പരിശീലിച്ച് വളരണം. അപ്പോൾ നമ്മുടെ കുട്ടികൾ സമൂഹത്തിൽ ഒറ്റപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ കൂട്ടുകാരിൽ നിന്ന് വേർപ്പെടുന്ന സമയത്ത് അവർ ഏതെങ്കിലും തരത്തിലുള്ള തിന്മകളിലേക്കോ മറ്റ് തെറ്റായ സാഹചര്യങ്ങളിലേക്കോ വേദനാജനകമായ അവസരത്തിലേക്ക് പോയി ഏകാന്തത, ആത്മഹത്യ തുടങ്ങിയുള്ള ദുരന്തമായ അനുഭവങ്ങളിലേക്കൊന്നും പോകാതിരിക്കാൻ തക്കവിധം അവരുടെ മനസ്സിനെ പാകപ്പെടുത്തുകയും പക്വതയുള്ള വ്യക്തികളായി മാറ്റുവാനും നമുക്ക് ശ്രദ്ധ വേണം. അതിനായി എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. അവരെ വ്യക്തിപരമായിട്ട് അറിയണം, അവരെ തിരുത്തണം, അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കണം, ചിലപ്പോൾ ചെറിയ ശിക്ഷണങ്ങൾ നൽകേണ്ടി വരും. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കണം. അപ്പോഴാണ് നമ്മുടെ കുട്ടികളൊക്കെ രൂപാന്തരപ്പെട്ട് നല്ല വ്യക്തിത്വത്തിന് ഉടമകളായി തീരുക. പ്രിയമുള്ളവരെ, അതിനൊക്കെയുള്ള സാഹചര്യങ്ങൾ ഇന്ന് നമ്മുടെ സ്കൂളുകളിലൊക്കെ ധാരാളമുണ്ട്. പക്ഷേ പലരും നിർഭാഗ്യവശാൽ അതിനോടൊന്നും പോസിറ്റീവായിട്ട് പ്രതികരിക്കാതെ പോകുന്ന ഒരു സാഹചര്യം ഇന്ന് ധാരാളമായിട്ടുണ്ടാകുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമൊക്കെ വരുമ്പോൾ അതിനെ പർവ്വതീകരിച്ച് ആ സ്ഥാപനത്തിനെ തന്നെ വിഷമിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് അത് തെറ്റായ രീതിയിൽ അതിനൊരു വ്യാഖ്യാനം കൊടുക്കുന്ന സാഹചര്യങ്ങളൊക്കെ പല സാഹചര്യം ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊന്നുകൂടി ബോധപൂർവം കണക്കിലെടുത്ത് നമുക്ക് ഏറ്റവും പ്രധാനം നമ്മുടെ കുഞ്ഞിൻ്റെ ഉന്നതമായ നല്ല ശോഭനമായ ഭാവിയാണ്. അതിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇതൊക്കെ എൻ്റെ കുഞ്ഞിന് വളർച്ചയ്ക്ക് ഉതകുന്നതാണ്, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെ ഏറ്റവും നല്ല രീതിയിൽ വികസിപ്പിക്കുന്നതാണ് എന്നുള്ള ഒരവബോധം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. പ്രിയമുള്ളവരെ, അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചത് എന്ന് വെച്ചാൽ കുട്ടികൾക്ക് എന്തെങ്കിലും ദുരന്ത അനുഭവം ഉണ്ടാകുമ്പോൾ അതിനെ നമ്മൾ തീരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുക എന്ന് മാത്രമാണ്. അതായത് ദുരന്തങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ അതിൽ രണ്ട് സൈഡും നമ്മൾ മനസ്സിലാക്കുക, പിന്നെ അതിനെ പോസിറ്റീവായിട്ട് നമ്മളതിനെ മാറ്റിയെടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ, ഞാൻ ഒത്തിരി ഒന്നും പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല, കാരണം നല്ലൊരു മുഹൂർത്തത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കുന്ന ഈ അവസരത്തിലേക്ക് നിങ്ങൾ നോക്കിയിരിക്കുമ്പോൾ അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഭാവി ഞാൻ നന്മകൾ നേരുകയാണ്. മിടുക്കരായിട്ട് ഈ 2 വർഷക്കാലം അധ്വാനിച്ചതിൻ്റെ ഒരു ഫലമാണ് ഇന്ന് കുട്ടികൾ നേടിയെടുക്കുന്ന ഈ വിജയം. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ വാർഷികത്തിലും ഈ സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളിലും ഈ കുട്ടികൾ നിറഞ്ഞ് പ്രശോഭിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. വാർഷികമൊക്കെ വളരെ മനോഹരമായിരുന്നു. അതൊക്കെ നമ്മൾ കണ്ട് അനുഭവിച്ചറിഞ്ഞതാണല്ലോ. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഇന്ന് ഇവർ എത്ര പക്വതയുള്ളവരായി, എത്ര സ്റ്റേജിനെ അഭിമുഖീകരിക്കാനോ മറ്റു ഒരു ഭീരുത്വമില്ല, ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇവർക്കില്ല. അപ്പോൾ നല്ല മിടുക്കരായിട്ട് ഇന്ന് ഇവരിവിടെ ആയിരിക്കുമ്പോൾ എല്ലാ ഉന്നത വിജയങ്ങളും നന്മകളും ഞാൻ നേരുകയാണ്. ഈ കുട്ടികളുടെ ഭാവിയൊക്കെ വളരെ ശോഭനമായിട്ട് തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവർക്ക് ഉയരങ്ങളിലേക്ക് പറന്ന് ഏറ്റവും മിടുക്കരായിട്ട് ഈ ലോകത്തെ നയിക്കുന്ന നല്ല ചലനാത്മക ശക്തികളായിട്ട് ഈ കുഞ്ഞുങ്ങൾ മാറത്തക്ക വിധം ഇവർ വളർച്ച പ്രാപിക്കാനുള്ള എല്ലാ നന്മകളും ഞാൻ ആശംസിക്കുകയാണ്. കൂട്ടായ ഒരു പ്രയത്നത്തിലൂടെ, സഹകരണത്തിലൂടെ ഇന്ന് ഇത്രയും എത്തിച്ച പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും ഇവരെ ഇവിടെ ഈ തരത്തിൽ ഒരുക്കിയെടുത്ത് ഇത്രയും ഇവരുടെ വളർച്ചയ്ക്ക് വേണ്ടി അത്യധ്വാനം ചെയ്ത ഈ സ്ഥാപനത്തിലെ എല്ലാ അധ്യാപകരെയും ഞാൻ ഏറ്റവും ഹൃദയപൂർവ്വം ഈ നിമിഷം അഭിനന്ദിക്കാനായിട്ട് ഉപയോഗിക്കുകയാണ്. വളരെ പ്രതിസന്ധികളിലൂടെ പ്രശ്നങ്ങളിലൂടെ ഒക്കെ പോകുമ്പോഴും നമുക്കറിയാം ബാലാരിഷ്ടതകൾ അല്ലെങ്കിൽ ബാല്യകാല പ്രശ്നങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞതാണ്. അതിനെയൊക്കെ അതിജീവിച്ച് വളരെ മനോഹരമായിട്ട് ഇന്ന് വളരെ സുന്ദരമായിട്ട് ഈ 2 വർഷക്കാലം പഠനത്തിലും മറ്റെല്ലാ കാര്യങ്ങളിലും ഒരുപോലെ ഈ കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ ശ്രദ്ധിച്ച ഈ അധ്യാപകർക്ക് ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുന്നു. അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ കുട്ടികളുടെ മാതാപിതാക്കളെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. നിങ്ങളും ഒത്തിരിയേറെ ഈ കുട്ടികളുടെ വിജയത്തിന് വേണ്ടിയിട്ട്, ഇവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അധ്വാനിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കൈകളിലാണ് കുട്ടികൾ എപ്പോഴും ആയിരിക്കുക. അപ്പോൾ ഇനിയും ഈ ഉത്തരവാദിത്വം നല്ല രീതിയിൽ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് ദൈവം ഇട നൽകട്ടെ. ഈ വിദ്യാലയത്തിൽ ഇനി കുട്ടികൾ വളരുമ്പോൾ ഇവർക്ക് അതിനുള്ള എല്ലാ ദൈവാനുഗ്രഹങ്ങളും
മറ്റ് എല്ലാ സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒരുങ്ങി കിട്ടും എന്ന് നമുക്ക് ഉറപ്പായും അറിയാം. അപ്പോൾ ഈ നല്ല ഗ്യാതറിംഗ് ഗ്രാജുവേഷൻ സെറിമണിയിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടി ക്ഷണിച്ചുകൊണ്ടും ഈ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ എല്ലാ വാക്കുകളും നന്മകളും നേർന്നുകൊണ്ട് ഈ നിമിഷം ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.
ബഹുമാനപ്പെട്ട എഡ്യൂക്കേഷണൽ കൗൺസിലർ സിസ്റ്റർ ദീപ്തി, അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്ന PTA പ്രസിഡന്റ് എമ്മാനുവൽ, ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ സിസ്റ്റർ ലിദിയ, പ്രിയപ്പെട്ട അധ്യാപകരെ, മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, വളരെയേറെ സന്തോഷം നിറഞ്ഞ ഒരവസരത്തിലാണ് നാം ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. ദാമ്പത്യ മലർവാടിയിലെ കുഞ്ഞുങ്ങളാകുന്ന പൂക്കൾ പുഴുക്കുത്തേറ്റ് വാടിത്തളരേണ്ടവരല്ല, മറിച്ച് നവശോഭയോടും പരിമളത്തോടും കൂടി വളർന്നു വരേണ്ടവരാണ് എന്ന ബോധ്യത്തോടു കൂടി 2 വർഷം മുന്നേ ഈ ലിസ്യുറാണി നഴ്സറി സ്കൂളിലേക്ക് നമ്മൾ കൊണ്ടുവന്ന നമ്മുടെ കുഞ്ഞുമക്കൾ കരച്ചിലും ബഹളവുമായി ഈ സ്കൂളിലേക്ക് കടന്നു വന്ന ഇവർ ഇത്ര മിടുക്കരായി ഇന്നിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതിനു പിന്നിൽ സിസ്റ്റർ ലിദിയയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീമിൻ്റെ കൂട്ടായ പരിശ്രമം ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ അവസരത്തിൽ എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ദൂരെ നിന്നാണ് എൻ്റെ കുട്ടി ഇവിടെ സ്കൂളിലേക്ക് എത്തുന്നത്. LKGയിലേക്ക് ചേർക്കുമ്പോൾ ഒത്തിരി വിഷമം ഉണ്ടായിരുന്നു എങ്കിലും, ദൂരെ നേരത്തെ പോരണം, അകലം കൂടുതലാണ് എന്നൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും, ഈ CMC സന്യാസ സമൂഹത്തോടും ഇവരുടെ സ്ഥാപനത്തോടുമുള്ള എൻ്റെ വിശ്വാസവും സ്നേഹവും ഒന്നുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ LKG മുതൽ ചേർക്കാനായിട്ട് തയ്യാറായത്. ആ വിശ്വാസത്തിന് ഇന്ന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല എന്ന് അഭിമാനത്തോടു കൂടി എനിക്ക് പറയാനായിട്ട് സാധിക്കും. ഒരു അമ്മ കോഴി തൻ്റെ ചിറകിൻ്റെ അടിയിൽ കോഴിക്കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്നത് പോലെ ഇവിടുത്തെ അധ്യാപകർ നമ്മുടെ കുഞ്ഞുമക്കളെ ചേർത്ത് പിടിച്ച് ഇന്ന് ഇത്രയും മിടുക്കരാക്കി. ഓരോ അധ്യാപകരുടെയും പേരെടുത്ത് പറയുകയാണെങ്കിൽ LKG പഠിപ്പിച്ച ടീച്ചേഴ്സ് മുതൽ ടീച്ചർ ഷിൽജ മിസ്സ്, ജിംസി മിസ്സ്, ഷീബ മിസ്സ്, ജ്യോതി സിസ്റ്റർ, പിന്നെ 1-2 പേരുടെ പേര് എനിക്കറിയത്തില്ല. അങ്ങനെ എല്ലാവരും എത്രയോ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടിയാണ് നമ്മുടെ മക്കളെ പരിചരിക്കുകയും പഠിപ്പിക്കുകയും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തത്. ഒത്തിരി നന്ദിയോടുകൂടി ഓർക്കുന്നു. അതുപോലെ തന്നെ ജ്യോതി സിസ്റ്ററെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ സിസ്റ്ററെ വിളിച്ചു പറഞ്ഞാൽ സിസ്റ്റർ പറയും, എൻ്റെ മോളെ അതെല്ലാം ഈശോ ശരിയാക്കി തരും. സിസ്റ്ററിൻ്റെ ആ സ്നേഹത്തോടു കൂടിയുള്ള ആ വാക്കുകൾ നമുക്കൊത്തിരി പോസിറ്റീവ് എനർജി നൽകുന്നതായിരുന്നു. അതുപോലെ തന്നെ ഇവിടുന്ന് പടിയിറങ്ങുന്ന ഈ കുരുന്നുകൾ, ഭാവിയുടെ വാഗ്ദാനങ്ങളായ ഈ കുഞ്ഞുമക്കൾ നാളെ നന്നായി തന്നെ ഏറ്റവും ഉയർന്ന നിലയിൽ എത്തിപ്പെടുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയും ഒരുപാട് കുരുന്നുമക്കൾ ഇവിടെ പിച്ച വെച്ച് വരുമ്പോൾ നല്ല പ്രതിഭകൾക്ക്, നന്നായി ഉയരങ്ങളിലെത്തുന്ന ഒരുപാട് പ്രതിഭകൾ ഈ സ്ഥാപനത്തിൽ നിന്നും ഉണ്ടാവട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് സ്നേഹത്തോടെ നിർത്തുന്നു. നന്ദി.
ബഹുമാനപ്പെട്ട എഡ്യൂക്കേഷണൽ കൗൺസിലർ സിസ്റ്റർ ദീപ്തി ജോർജ്, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ സിസ്റ്റർ ലിഡിയ, PTA പ്രസിഡന്റ് മിസ്റ്റർ ഇമാനുവേൽ, MPTA പ്രസിഡന്റ് ടീന, എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരെ, കുഞ്ഞുമക്കളെ, ഇന്നത്തെ ഈ പരിപാടിയിൽ നന്ദി പറയുക എന്ന കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. ആദ്യമായി തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന നമ്മുടെ ദീപ്തി സിസ്റ്ററിന് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട PTA പ്രസിഡന്റായ ഇമാനുവേൽ, MPTA പ്രസിഡന്റായ ടീന, ഇവർക്ക് രണ്ടുപേർക്കും ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുകയാണ്. അടുത്തതായി നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ സിസ്റ്റർ ലിഡിയ, നമ്മുടെ കുഞ്ഞുങ്ങളെ ഇത്രയും മിടുക്കന്മാരാക്കി മാറ്റിയ നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർ, അതുപോലെ തന്നെ അവരെ സ്നേഹപൂർവ്വം പരിപാലിച്ച നമ്മുടെ ചേച്ചിമാര്, ഇവർക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഏറ്റവും ഒടുവിലായി എല്ലാ മാതാപിതാക്കൾക്കും കുഞ്ഞുമക്കൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. നന്ദി.